അങ്ങനെ ആ പരസ്യചിത്രം നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു ഓർമ്മ. അതായത് ഷൂട്ടിംഗ് നടക്കുന്നത് ആലപ്പുഴയിലാണ്. പക്ഷേ എൻ്റെ സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമയുടെ 100ാം ദിവസം ആഘോഷം മസ്കറ്റിലാണ്. മൊത്തം ആർട്ടിസ്റ്റുകളുണ്ട്. സംവിധായകനായ എനിക്ക് പോകാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല. പക്ഷേ ഭാഗ്യവശാൽ ഓർ നിർഭാഗ്യവശാൽ ലാൽ സാറ് ഡേറ്റ് തന്നിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 18ാം തീയതി ആണെന്ന് വിചാരിക്കുക. 18ാം തീയതി തിങ്കളാഴ്ചയാണ് എൻ്റെ പരസ്യത്തിന് ഷൂട്ടിന് 18ഉം 19ഉം ഡേറ്റ് തന്നിരിക്കുന്നത്. പക്ഷേ 17ാം തീയതി ഞാൻ നിൽക്കുന്നത് മസ്കറ്റിലാണ്. അതായത് രാത്രി 12 മണി വരെ മസ്കറ്റിൽ എനിക്ക് പ്രോഗ്രാമുണ്ട്. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. മുങ്ങാൻ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ ഞാൻ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മുങ്ങാൻ പറ്റില്ല, ഒരു മാർഗ്ഗമില്ല. ലാൽ സാറിനാണെങ്കിൽ ഡേറ്റ് മാറ്റി വയ്ക്കാനും പറ്റില്ല. ലാൽ സാറിനോട് പറഞ്ഞാൽ പുള്ളി സമ്മതിക്കത്തുമില്ല. കാരണം അദ്ദേഹം അന്ന് ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മേക്ക് ഓവറൊക്കെ നടക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് എടുക്കുകയാണ്. രാത്രി പുലർച്ചെ 3:30 മറ്റുള്ള ഫ്ലൈറ്റിന് ഞാൻ മസ്കറ്റിൽ നിന്ന് കയറുന്നു. രാവിലെ 6:30 ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു. 6:30 നമ്മൾ തന്നെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ 100 ആലപ്പുഴയ്ക്ക് വിടുന്നു. ലാൽ സാർ 9 മണിക്ക് സെറ്റിൽ വരുന്നതിന് മുൻപേ ഞാൻ അവിടെ എത്തുന്നു എന്നുള്ളത്. അപ്പം ഇതാണ് പ്ലാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഡ്രൈവറും വേണ്ട, വണ്ടിയും വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ കാറ് തന്നെ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഒരു കാലത്തും ഓൺ ടൈം വരാത്ത ഫ്ലൈറ്റാണെന്ന് ഞാൻ അറിഞ്ഞത്. ആ ഫ്ലൈറ്റ് ഓൺ ടൈം വരുന്നു. കറക്റ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞാൻ മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ക്ലയൻറ്റിൻ്റെ കോള്, എവിടെ എത്തി? ഞാൻ പറഞ്ഞു ജസ്റ്റ് എയർപോർട്ട് എത്തി. വേഗം വാ, വേഗം വിട്ടുവാ എന്ന് പറഞ്ഞു. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഈ പറയുന്ന മോഹൻലാൽ സാറിൻ്റെ കൂടെയുള്ള മുരളിച്ചേട്ടൻ വിളിച്ചു കഴിഞ്ഞു. അതേ സാർ ഇറങ്ങി കേട്ടോ. എവിടെ നിന്ന്? കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ അവിടെ നെടുമ്പാശ്ശേരി നിൽക്കുക. എനിക്ക് ഇവരോടൊന്നും പറയാൻ പറ്റില്ല ഞാൻ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം. കാരണം ഞാൻ സംവിധായകനാണല്ലോ. അപ്പം 3 ക്യാമറയും 3 ക്യാമറാമാരും ഒക്കെയാണ്. നമ്മുടെ ജോമോനുണ്ട്, നീലുണ്ട്, അലക്സ് ഉണ്ട്. അങ്ങനെ 3 വലിയ ഒരു ക്യാൻവാസിൽ ഒരുക്കുന്ന പരസ്യമാണ്. വള്ളംകളി, വടംവലി, കഥകളി, അതിനിടയ്ക്ക് ഭക്ഷണം, വിളമ്പൽ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉള്ള പരസ്യമാണ്. നിറപറ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഗൂഗിളിലുണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഏതാണ്ട് ആലുവ എത്തുമ്പോഴത്തേക്കും എനിക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. ലാൽ സാർ ആ തുറവൂർ കഴിഞ്ഞു, ചെറുത്തിലെത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്ഡേറ്റ്സ്. അപ്പോൾ എങ്ങനെ ഞാൻ ചവിട്ടി വിട്ടാലും മോഹൻലാൽ സാർ ഞാൻ എത്തുന്നതിനൊരു 3/4 മണിക്കൂർ മുമ്പ് എത്തും. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ വിളിച്ച് ജോമോൻ ക്യാമറാമാനോട് പറയുന്നടാ, നിങ്ങളവിടെ റിഹേഴ്സൽ ചെയ്യും, സ്റ്റോറി ബോർഡ് ഉണ്ടല്ലോ, നിങ്ങൾ റിഹേഴ്സൽ ചെയ്യും, ഞാൻ വന്നാൽ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. കാരണം അതുകൊണ്ട് കളയാൻ പറ്റില്ല, സമയമില്ല നമ്മുടെ കയ്യിൽ. അങ്ങനെ ഞാനവിടെ എത്തുന്നതിന് ഒരു 3/4 മണിക്കൂർ മുമ്പേ ക്ലയൻറ്റ് എന്നെ വിളിച്ചു പറയുന്നു, ലാൽ സാർ എത്തി. ഞാൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, ലാൽ സാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ, കഴിച്ചിട്ട് മേക്കപ്പ് തുടങ്ങാൻ പറ, ഞാനില്ലെന്ന് അറിയരുത് എന്ന് പറയണം. ഇല്ല ഞങ്ങളായിട്ട് പറയുന്നില്ല എന്ന്. അങ്ങനെ ചെല്ലുന്നു. ഒരു ഓട്ടോ പ്രദക്ഷിണത്തിൽ ഞാൻ ഡ്രസ്സ് മാറി മുഖമൊക്കെ കഴുകി പല്ല് തേച്ച് ഓടിച്ചെന്ന് സാറിൻ്റെ കാരോണിൽ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു, മേക്കപ്പും കഴിഞ്ഞു. മോനെ എടുക്കണ്ടേ? എന്താണ് ഇന്നലെ 8:45 എന്നൊക്കെ പറഞ്ഞ് 9:30 ആയല്ലോ. ഞാൻ പറഞ്ഞു സാർ എടുക്കാം സാർ, റെഡിയാണ് സാർ. നേരെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു വലിയ പൂക്കളം. ആ പൂക്കളം കുറേ സ്ത്രീകൾ ചേർന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നു. വലിയ പൂക്കളമാണ്. ആർട്ട് ഫിലിമിൽ പൂക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഇടുന്നതിൻ്റെ 4 ഇരട്ടി കിട്ടുകളയും. ആർട്ട് ഡയറക്ടറുടെയൊക്കെ കലാവിരുത് കാണിക്കേണ്ട സ്ഥലങ്ങളാണല്ലോ. മോഹൻലാലും സാറും ഒരു ഫോറിനറും കൂടെ നടന്നു വരുന്നു. ഇവരെ നോക്കിയിട്ട് ഞാനും കൂടാം എന്ന് പറയും പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരു ആക്ഷനിൽ. അങ്ങനെ ഇതാണ് ഞാനിപ്പോൾ ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്തു, സാർ ഇങ്ങനെ ഞാനും കൂടാം എന്ന്. ഇങ്ങനെയാണോ? ഞാൻ ചെയ്യാം മോനെ, ചെയ്യാം, റെഡി, ടേക്ക് പോകാം, റിഹേഴ്സലൊന്നും വേണ്ട, ടേക്ക് പോകാം. ഇതിങ്ങനെ റെഡി സാർ, ടേക്ക് പോകാം സാർ. മോനെ ഒരു മിനിറ്റ് ഒന്ന് വരൂ. ചെന്നു. ഇവരെല്ലാം അവരവരുടെ പൂക്കൂടയിൽ നിന്നാണ് പൂവിടുന്നത് അല്ലേ? അതെ. ആ സ്ത്രീ പിടിച്ചിരിക്കുന്ന കൂടയിലുള്ള പൂ ഈ പൂക്കളത്തിലില്ലല്ലോ. ഞാൻ മോനെ ആ സ്ത്രീ പിടിച്ചിരിക്കുന്ന പൂക്കൂടയിലുള്ള പൂവില്ലേ, ആ കളറിലുള്ള പൂ ഈ പൂക്കളത്തിലില്ല. ഞാനിങ്ങനെ നോക്കുകയാണ് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ. അപ്പം ഞാനിങ്ങനെ ഇല്ല സാർ, ഇല്ല മോനെ, പറഞ്ഞതേ ഉള്ളൂ, ഇതൊന്നും ആരും ശ്രദ്ധിക്കൊന്നുമില്ല, ക്യാമറയിലൊന്നും അറിയില്ല, എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. തട്ടി പണ്ട് കിരീടത്തിൻ്റെ ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ തട്ടിയ പോലെ തട്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ മാറി എന്നിട്ട് ആലോചിച്ച്, ഈ മനുഷ്യൻ ഒരുപക്ഷെ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്നതായിരിക്കാം. കാരണം ഇത്രയും വലിയ പൂക്കളം നിങ്ങൾ ഇനി ആഡ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. പൂക്കളത്തിൽ ആ പെർട്ടിക്കുലർ പൂവിൽ നിന്ന് ഇദ്ദേഹത്തിന് അങ്ങനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഒരു പിടിയും കിട്ടുന്നില്ല. സോ നമുക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു സംഗതി കൂടെ ഈ മോഹൻലാൽ എന്ന മനുഷ്യനെ വാർത്തെടുക്കുന്നതിൽ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അന്ന് ഒരു 9 മണി വരെയാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഒരു നല്ല ഷൂട്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല 3 ക്യാമറ ടീമായിരുന്നു, 3 വലിയ ക്യാമറമാന്മാരായിരുന്നു. അപ്പോൾ അങ്ങനെ
ഒരു 4:45 5 മണിയായപ്പോൾ ലാൽ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്, സാധാരണ ഞാനിങ്ങനെ ഒന്നും കമ്മിറ്റ് ചെയ്യുന്നതല്ല, വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ ഒരു അവാർഡ് നിശ ഇന്ന് സംഭവിക്കുകയാണ് കൊച്ചിയിൽ. അപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്ര പറഞ്ഞിട്ട് അവർക്കത് മനസ്സിലാവുന്നില്ല. സോ എനിക്കൊരു 7 മണിക്ക് അവിടെ എത്തണം. മോൻ എത്ര മണി വരെ ചാർട്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, സാർ ഞാൻ 9 മണി വരെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ മോനെ, അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, സാർ പോയിക്കോളൂ, കുഴപ്പമില്ല. അല്ല മോനെ, അപ്പം എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ സാറ് പോയാൽ പിന്നെ വേറെ ഒന്നും എടുക്കാനില്ല, പക്ഷേ നമുക്ക് നാളെ അത് മാനേജ് ചെയ്യാം സാർ. അതാണ് ഞാൻ പറഞ്ഞത്, നാളെ ഉണ്ടല്ലോ, നാളെ ഒരു ദിവസം കൂടെ അമ്പളയിലുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 മണിക്ക് പോയാൽ നാളെ ഞാൻ എത്ര നേരത്തെ വേണമെങ്കിലും വരാം, എന്നിട്ട് എത്ര വൈകി വേണമെങ്കിലും നിൽക്കാം, മോൻ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഈ പറയുന്നതൊക്കെ ഇങ്ങനെയൊന്നും പുള്ളി ചോദിക്കേണ്ട, ഈ പറ്റുമോ, ചെയ്യാൻ, അങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയാനുള്ള അധികാരവും അവകാശമൊക്കെ ഉള്ള ഒരാളല്ലേ. പക്ഷേ ചോദ്യം എങ്ങനെ സംസാരിക്കുകയുള്ളൂ. ശരി സാർ, ഞാൻ മാനേജ് ചെയ്തോളാം. മോനെ നാളെ എപ്പോൾ വരണം? നമ്മൾ സാർ ഒരു 8 മണി 7:30 എത്താം മോനെ. എന്തിനാ 8 മണിയാക്കുന്നത്? 7:30 എത്തിയേക്കാം. ഞാൻ പറഞ്ഞു, ശരി സാർ. അപ്പോൾ പിറ്റേ ദിവസം ഷൂട്ടിങ് എറണാകുളത്താണ്, ആദ്യത്തെ ദിവസം ആലപ്പുഴയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ഞാനൊരു ലൈറ്റപ്പും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 7:35 ആയപ്പോൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ ആ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ എനിക്ക് കാണാം മേജർ രവി സാറും ലാൽ സാറും കൂടെ കാരവൻ്റെ പുറത്ത് കസേരയിട്ട് ഇരിപ്പുണ്ട്. അതായത് 7:30 എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 7:15 എത്തിയായിരുന്നു. അവിടെ എത്തി. വളരെ മാജിക്കലായൊരു ദിവസമായിരുന്നു. ഒത്തിരി ലാൽ സാറിനെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, മമ്മൂക്കയെ വെച്ച് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരുപാട് ഗസ്റ്റുകളുണ്ടാവും കാണാൻ. അത് രാഷ്ട്രീയക്കാരുണ്ടാവും, ഓരോരോ പ്രോഗ്രാമിന് വിളിക്കാൻ, സ്കൂളിൽ നിന്ന് പിള്ളേരടക്കം ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നവർ, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ കല്യാണം നടത്തുന്ന പോലത്തെ ഫീലായിരിക്കും ഇവരെ വെച്ച് പരസ്യങ്ങൾ. അപ്പോൾ അവരെ വെച്ചുള്ള ആഡ് ഫിലിംസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അത്രയും വലിയ ക്യാൻവാസിൽ വേണം, അത്രയും ലോജിസ്റ്റിക്സും കൂടെ ആലോചിക്കണം. ഇത്രയും വണ്ടികൾ വരും, അത് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം. അതാണ് അതിൻ്റെ, നമ്മൾ പറയില്ലേ, ചില എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം മനസ്സിലാവുന്ന, ഒരു കുഞ്ഞു സ്ഥലത്തൊക്കെ വന്നിട്ട് അവരെ വെച്ചൊരു ആഡ് ഫിലിം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്രയും ഗസ്റ്റും കാരവാൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഷൂട്ട് അതിമനോഹരമായി കഴിഞ്ഞു. 9:30 വിട്ട് പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, 9 മണി വിട്ട് പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം സാറ് പറഞ്ഞല്ലോ എത്ര വേണമെങ്കിലും വൈകി നിൽക്കാമെന്ന് പറഞ്ഞെങ്കിലും എനിക്കൊരാഗ്രഹമുണ്ട് 9:30 വിട്ടൊന്നും പോകരുതെന്നുള്ളത്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ 9:35 അപ്പോൾ ഞാൻ പാക്കപ്പ് പറഞ്ഞു സാറിനെ എപ്പോഴും നമ്മളെല്ലാ ആഡും കഴിയുമ്പോൾ പ്രധാന മോഡലിനെ ഒന്ന് ഹഗ് ചെയ്യും, അതുപോലെ സാറിനെ ഒന്ന് അമർത്തി ഹഗ് ചെയ്തു, സാറും എന്നെ ഹഗ് ചെയ്തു. അപ്പോൾ ഞാൻ ചെവിയിൽ പറഞ്ഞു, ഐ എം റിയലി സോറി സാർ. എന്തിനു മോനെ? ഞാൻ പറഞ്ഞു, ഞാൻ 1/2 മണിക്കൂർ ലേറ്റായി. അല്ല മോൻ 24 hours ഏർലിയാണ്, അങ്ങനെ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കാവൂ. ഞാൻ എൻ്റെ പുള്ളി അടുത്ത ആളുകളിലേക്ക് പോകുന്നു, അവരവർ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഡബ്ബീന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഈ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. മോനെ അല്ല, മോൻ ഇത്രയും കോൺസെപ്റ്റ് വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാനത് മനസ്സിലൊരു 3 ദിവസം കണ്ടതാണ്, മോനത് 2 ദിവസം കൊണ്ട് തീർത്തു, അതാണ് 1/2 മണിക്കൂറല്ല, നിങ്ങൾ 24 hours ഏർലിയാണെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നേരത്തെ ഫാസിൽ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ അപ്രീസിയേഷനായി ഇപ്പോഴും കാണുന്നു. അതിനുശേഷം ലാൽ സാറിനെ വെച്ച് ഒത്തിരി പരസ്യങ്ങൾ, പിന്നീട് നമ്മളിപ്പോൾ പറഞ്ഞറിയുന്ന മൈജിയുടെ മോഹൻലാൽ മഞ്ജു വാര്യർ ഒരു കോമ്പോയിലുള്ള ആഡ്സ്, നിറപറയുടെ തന്നെ 2 സീസൺ, കൈരളി TMT, അങ്ങനെ ഒത്തിരി പരസ്യങ്ങൾ ലാൽ സാറിനെ വെച്ചിട്ട് സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. എപ്പോഴും നേരത്തെ അല്ലു അർജുൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ലാൽ സാറിനെ വെച്ച് ലാൽ സാറുമായിട്ട് പരസ്യം ചെയ്യാന്നുള്ളതല്ല, അദ്ദേഹമായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു എനർജിയുണ്ട്, ഒരു എനർജി. ഇപ്പോൾ മൈജിയുടെ ഡബ്ബിങ് ചെന്നൈയിലായിരുന്നു. ഒരു ദിവസത്തേക്ക് പുള്ളി സിംഗപ്പൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്, പിറ്റേ ദിവസം വീണ്ടും സിംഗപ്പൂർക്ക് തന്നെ പോകണം. അപ്പോൾ അന്ന് ചെന്നൈയിൽ അപ്രതീക്ഷിതമായ മഴ പെയ്തു. എന്നോട് പറഞ്ഞിരിക്കുന്ന സമയം 5 മണിക്ക് സ്റ്റുഡിയോയിൽ വരാമെന്നാണ്. ഞാൻ കറക്റ്റ് 4:30 അവിടെ എത്തി. സാർ എത്തിയപ്പോൾ 5:20 എത്തിയത് തന്നെ ഭയങ്കര ഷൈനസ്, ഭയങ്കര ചമ്മൽ, കൈ പിടിച്ചിട്ട് മോനെ സോറി. ഞാൻ പറഞ്ഞു, എന്ത് സാറ്? അല്ല ഞാനൊരു 20 മിനിറ്റ്. ഞാൻ പറഞ്ഞു, സാർ എന്തായി സാറേ പറഞ്ഞു, 20 മിനിറ്റൊക്കെ ഒരു വൈകലാണോ സാർ? അതൊക്കെ ഒരു വിഷയമാണോ? ഇനി സാർ 20 മിനിറ്റ് അല്ല 2 മണിക്കൂർ വൈകൽ എന്താണ് സാർ? എനിക്കിവിടെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. പ്രിയദർശൻ സാറിൻ്റെ സ്റ്റുഡിയോയിലാണ് ഡബ് ചെയ്യുന്നത് അല്ലേ, സാറിൻ്റെ സുഹൃത്താണ്, പ്രിയൻ സാർ അപ്പുറത്തുണ്ട്, ഞാനാണെങ്കിൽ നാളെ തിരിച്ചു പോകുന്നുള്ളൂ, സാർ എപ്പോൾ വന്നാലും എനിക്ക് എന്താണ്? അല്ല മോനെ എന്നുള്ളൊരു സമയം പറഞ്ഞിട്ട് മഴ പെയ്തുകൊണ്ടാണേ ഞാൻ പറയുന്നത്. നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അത് ചിലപ്പോൾ എൻ്റെ പൊട്ടബുദ്ധി കൊണ്ടായിരിക്കാം. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട ഒരു സിനിമയെ സ്വപ്നം കാണുക, സിനിമ മാത്രമല്ല ഒരു സമയം, അതിൻ്റെ വില, ഒരാൾക്ക് കൊടുക്കുന്ന സ്പേസ്, കൺസിഡറേഷൻ, ഒന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ലെജൻസും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്.
അവർ നമ്മുടെ നാട്ടിലും ഹൃദയത്തിലും ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എൻ്റെ ആദ്യത്തെ സിനിമ 2013 പുറത്തിറങ്ങുന്ന ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമയാണ്. ആസിഫ് അലിയാണ് അതിനകത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ 11 വർഷമായി. അങ്ങനെ ആഡ് ഫിലിമിൽ കിട്ടിയൊരു സൗഹൃദമാണ്. ധാത്രിയിൽ ആഡ് ഫിലിം ചെയ്യുമ്പോൾ ധാത്രിയുടെ മാർക്കറ്റിംഗ് ഹെഡായിട്ട് പ്രവർത്തിച്ചിരുന്ന അജിത് പിള്ളൈ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, എൻ്റെ അതേ പ്രായമാണ്, ഓൾമോസ്റ്റ് എന്നേക്കാൾ ഒരു വയസ്സിന് ഇളയതാണ്. അജിത്ത് ഞാനായിട്ട് ഭയങ്കര ഒരു സഹോദര തുല്യമായ ബന്ധമാണ്. അപ്പോൾ അജിത് പിള്ളൈ ഒരു ദിവസം ഒരു പാരഗ്രാഫിൽ 3 കഥാപാത്രങ്ങളേ ഉള്ളൂ, ABC. ഈ 3 കഥാപാത്രങ്ങളെ വെച്ച് ഒരു 4-5 സെൻറ്റൻസ് ഉള്ള ഒരു പാരഗ്രാഫ് എനിക്ക് മെയിൽ അയച്ചു തരികയാണ്. എന്നോട് ഞാനൊരു കഥ അയച്ചിട്ടുണ്ട്, നീ ഒന്ന് വായിക്കും. ഞാനത് പല തിരക്കിൽ വിട്ടുപോയി. രണ്ടാമത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ ചോദിച്ചു, ആ കഥ വായിച്ചിട്ട് നീ എന്തൊന്നും പറയാത്തത്? അപ്പോൾ അയ്യോ ഞാൻ വായിച്ചില്ലല്ലോ, ഒന്നിപ്പോൾ വായിക്കുകയാണ്. ഞാൻ അപ്പം തന്നെ ലാപ്ടോപ്പ് എടുത്ത് ഇവൻ അയച്ച മെയിൽ വായിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു പാരഗ്രാഫിൽ വളരെ കണ്ടൻറ്റ്ഫുള്ളായിട്ട് അതിൻ്റെ പ്രധാന കോർ എലമെൻറ്റ് മാത്രം എഴുതി വച്ചിരിക്കുകയാണ്. A, B and C. A ആസിഫ് അലി, B അപർണ ഗോപിനാഥ്, C ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്ന വിജയ് ബാബുവാണ്. ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി അജിത്തിനെ വിളിച്ചു. അവൻ അജിത്തെ, ഇത് മനോഹരമായൊരു കഥയാണ്, ഇതിനകത്ത് നല്ല സിനിമയുണ്ടല്ലോ. അതേടാ എനിക്കത് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് അയച്ചത്. ഞാൻ ഓൾറെഡി ഒരു സിനിമ എനിക്ക് സംവിധാനം ചെയ്യാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അജിത്ത് ഓൾറെഡി അവന് വേണ്ടി തന്നെ സിനിമ എഴുതി വെച്ചിട്ടുണ്ട്. അത് പിന്നീട് മോസയിലെ കുതിര മീനുകൾ എന്നുള്ള പേരിൽ അജിത്ത് തന്നെ സംവിധാനം ചെയ്തു. ബൈസൈക്കിൾ തീവ്സ് കഴിഞ്ഞ് ആസിഫ് അലി ജോയിൻ ചെയ്യുന്ന അടുത്ത സിനിമ അതായിരുന്നു. അപ്പോൾ അജിത്ത് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ആ കഥ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ എടുത്തോളാം എന്നല്ല, നമുക്ക് ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഈ കഥ ഞാനും അജിത്തും കൂടെ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യാണ്. ഇതിൻ്റെ തിരക്കഥകൾ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നു, നമ്മൾ എഴുതുന്നു. അങ്ങനെ ഭയങ്കര രസകരമായി വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിത് ഒരുപാട് ട്വിസ്റ്റുകൾ വെച്ച് നിറയ്ക്കണം. ഇത്രയും ട്വിസ്റ്റ് മലയാള സിനിമ കണ്ടിട്ടുണ്ടാവരുത്, അത്രയും ട്വിസ്റ്റ് ഉണ്ടാവണം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് എഴുതി ഭയങ്കര ഹാപ്പി അറ്റ്മോസ്ഫിയറിലെത്തി. ഇന്നത്തെ വളരെ പ്രശസ്തനായ നിർമ്മാതാവ് ആൻഡോ ജോസഫ്, ആൻഡോ ചേട്ടനെ വിളിക്കുന്നു. ആൻഡോ ചേട്ടൻ കഥ കേൾക്കുന്നു. ആൻഡോ ചേട്ടന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അനുചരൻ പറഞ്ഞു, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ദുൽഖറിൻ്റെ അടുത്ത് പറ. ദുൽഖർ ഇവിടെ കൊച്ചിയിലുണ്ട്, തീവ്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും പറയാൻ ചേട്ടാ. അപ്പം ദുൽഖറും ആൻഡോ ചേട്ടനുമായിട്ട് അത്രയും അറിയാലോ, അങ്ങനെ അവരുടെ ഫാമിലി മെമ്പറെ പോലെയാണ്. അങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് എന്നോട് ചെല്ലാൻ പറയുന്നു. ലഞ്ച് ബ്രേക്കിനാണ് ചെല്ലാൻ പറയുന്നത്. അവിടെ ചെല്ലുന്നു. ദുൽഖർ സൽമാനെ ആദ്യമായി ഞാൻ മീറ്റ് ചെയ്യുകയാണ്. ദുൽഖർ സൽമാൻ പറയുന്നു, ചേട്ടാ എത്ര സമയം എടുക്കും? ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ കിട്ടുമോ? പുള്ളി പറഞ്ഞു, അങ്ങനെ നിർബന്ധമില്ല, ഒരു 1.5 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല, എന്തായാലും ഇനി ഷൂട്ട് തുടങ്ങുമ്പോൾ 3:30 ആവും. ഓക്കെ. അങ്ങനെ പുറത്ത് കരാവിൻ്റെ പുറത്ത് കസേരയിട്ടിരുന്ന് ഞാൻ A to Z ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സിനിമയാണ്. ആ സിനിമ കണ്ടവർക്കറിയാം. ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ദുൽഖർ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ എങ്ങനെയുണ്ട് ചേട്ടാ? എനിക്ക് സാധാരണ ഒരു കഥ കേട്ടാൽ അത് വർക്കായോ ഇല്ലയോ എന്നുള്ളത് അപ്പം തന്നെ പറയാൻ പറ്റും. പക്ഷേ ഇവിടെ എന്തോ എനിക്കത് പറയാൻ പറ്റുന്നില്ല. സോ ക്യാൻ ഐ ടേക്ക് 1 day എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും എടുക്കാം. ഇതേ ലൊക്കേഷനിൽ ചേട്ടന് നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരാമല്ലോ, നാളെ വരാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ആ ദിവസം മുഴുവൻ ദുൽഖർ സൽമാൻ നമുക്ക് പോസിറ്റീവ് ഒരു റെസ്പോൺസ് തരുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിച്ചു കൂട്ടുന്നു. പിറ്റേ ദിവസം അതേ സമയത്ത് നേരത്തെ ഞാൻ അവിടെ എത്തുന്നു. ദുൽഖർ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി വരുന്നു. ഉച്ച സമയം എന്നെ വിളിച്ചിട്ട് പറയുന്നു, ചേട്ടാ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇതിലൊരുപാട് ട്വിസ്റ്റുകളുണ്ട്, നല്ല രസമുണ്ട്. ഈ ട്വിസ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ സിനിമയെ മനോഹരമാക്കുന്നത് ഈ ട്വിസ്റ്റുകൾ തന്നെയാണ്. പക്ഷേ ചേട്ടൻ ഇതുവരെ സിനിമ ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ഈ ട്വിസ്റ്റുകൾ എവിടെയെങ്കിലും വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇത് ഭയങ്കര കുഴപ്പമായിരിക്കും. അതുകൊണ്ട് ഞാനത് അഭിനയിക്കുന്നില്ല, പകരം ഞാനത് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞേ,
അല്ല ആൻഡ്രൂ ജോസഫ് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയാണല്ലോ. അല്ല അതാ പറഞ്ഞേ, ഞാനും ആൻഡ്രൂ ജോസഫും കൂടെ ചേർന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ പ്ലേ ഹൗസ് എന്നുള്ള പേരിൽ മലമ്പുഴയിൽ ഇപ്പോൾ പാപ്പിച്ചി അഭിനയിക്കുന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ജവാൻ ഓഫ് വെള്ളിമല എന്നാണ് ആ സിനിമയുടെ പേര്. അത് കഴിഞ്ഞാൽ അടുത്ത പടമായിട്ട് ഈ സിനിമ ചെയ്യാം. ആരെ വെച്ച് അഭിനയിക്കണമെന്നുള്ളത് ചേട്ടൻ തീരുമാനിച്ചോളൂ. അപ്പം ഞാൻ ദുൽഖറിനോട് പറഞ്ഞു, ദുൽഖറെ, ഞാൻ ദുൽഖറിനെ സമീപിച്ചത് ഇതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. നിർമ്മാണം കുറച്ചും കൂടെ പൈസ ചിലവുള്ള കാര്യമല്ലേ, അപ്പോൾ കുറച്ചും കൂടെ റിസ്ക് ഫ്രീ അഭിനയിക്കുന്നതായിരിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ നിർമ്മിക്കാം, ചേട്ടൻ ആലോചിച്ച് നോക്ക്, അങ്ങനെയാണെങ്കിൽ ചേട്ടൻ വീണ്ടും വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ എൻ്റേതായ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വളരെ സന്തോഷത്തോടെ ഇറങ്ങി. എനിക്കിപ്പോഴും ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമയിൽ ഈ സ്ട്രെയിറ്റ് ഫോർവേഡായ ആൾക്കാരെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി നടക്കുന്ന കാര്യങ്ങളാണ്. അതിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള കാര്യം, തോന്നിയ കാര്യം കൃത്യമായി സംവിധായകനോട്, ചേട്ടൻ പുതിയ ആളല്ലേ, ഞാനും കമ്പാരിറ്റീവ്ലി പുതിയ ആളാണ്, നമ്മൾ ഒരുമിച്ച് ഈ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന പോലെ വന്നില്ല, ആ സിനിമ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും, അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്നില്ല, ഞാൻ നിർമ്മിക്കാം എന്ന് പറയുന്ന ഒരു തൻ്റെയുടെ ആർജവും ആ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് ആദ്യമായി ഒരാളോട് കഥ പറയുന്നത്. അതിനുശേഷം മറ്റ് പല യങ്സ്റ്റേഴ്സിനോടും ബൈസിക്കിൾ തീവ്സിൻ്റെ കഥ പറഞ്ഞു. പക്ഷേ അവർക്ക് ആർക്കും, അവരെല്ലാവരും ഇങ്ങനെ പറയുന്നത്, ഈ ട്വിസ്റ്റ് കൂടി പോയതുകൊണ്ട് ഇത് വർക്കാവാതിരിക്കുമോ എന്നുള്ള പേടിയാണ് എല്ലാവർക്കും. അങ്ങനെ അന്നത്തെ എല്ലാ യങ്സ്റ്റേഴ്സിനോടും പറഞ്ഞു. അങ്ങനെ മനസ്സുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഞാൻ ആഡ് ഫിലിം ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല സിനിമയിലേക്ക് വരവ് ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് സിനിമ ഇങ്ങനെ ആൾക്കാരുടെ ഉള്ളിൽ വലിയ ഒരു മല പോലെ നിൽക്കുന്നത്, അതുകൊണ്ടായിരിക്കും എന്ന് തോന്നി. പക്ഷെ അപ്പോൾ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസം എടുത്തിട്ടാണ് ഞാൻ ഈ സിനിമയുടെ തിരക്കഥ എഴുതി വച്ചിരിക്കുന്നത്. സോ ഇത്രയും നാൾ ഞാനത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ദൈവമേ ഇത് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്നില്ല, ഇത് ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമിച്ചിരിക്കുന്നൊരു കാലം. ആ കാലത്ത് എൻ്റെ വീട്ടുകാരെന്നോട് പറഞ്ഞു, നമുക്ക് വേളാങ്കണ്ണി പോവാം. അത് ഈ സിനിമ നടക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ജനറലി നമ്മൾ 2 വർഷം കൂടുമ്പോഴൊക്കെ വേളാങ്കണ്ണി പോകുന്നതാണ്. അപ്പോൾ വേളാങ്കണ്ണിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി പോവാം. അങ്ങനെ എൻ്റെ വീട്ടിലെല്ലാവരും നമ്മളെല്ലാവരും കൂടെ വേളാങ്കണ്ണിക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വേളാങ്കണ്ണിക്ക് പോകുന്നു. അവിടെ വേളാങ്കണ്ണിയിൽ എത്തിയതും എനിക്കൊരു കോള് വരികയാണ്. ജോജു ജോർജ്, നമ്മുടെ ഇന്നത്തെ ആക്ടർ ജോജു അന്നും അഭിനയിക്കുന്നുണ്ട്, പക്ഷേ നായകനായിട്ടില്ല. ജോജു എന്നെ വിളിച്ചിട്ട് പറയുന്നു, എടാ ഞാൻ കൊച്ചിയിൽ ഗോൾഡ് സൂക്കിൻ്റെ സൈഡിലായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നുണ്ട്, മാപ്പിളക്കട എന്നാണ് എൻ്റെ പേര്. അപ്പോൾ മറ്റന്നാളാണ് അതിൻ്റെ ഉദ്ഘാടനം, നീ എന്തായാലും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അളിയാ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാനിപ്പോൾ വേളാങ്കണ്ണിയിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോൾ തിരിച്ചെത്തുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, അതിൻ്റെ ഉദ്ഘാടനം എത്ര മണിക്കാണ്, 10 മണിക്കാണ്, എനിക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാവിധ ആശംസകളും, ഞാൻ കറക്റ്റ് സ്ഥലത്താണ്, ഞാൻ പ്രാർത്ഥിച്ചോളാം, ശരിയടാ നീ വന്നാൽ എന്തായാലും വരണം. അങ്ങനെ ഞാൻ സമ്മതിക്കുന്നു. വേളാങ്കണ്ണിയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ സിനിമയൊന്ന് ഫ്രൂട്ട്ഫുൾ ആവണേ. ഞാൻ അത്രയേറെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്രയേറെ ആഗ്രഹിച്ചതാണ് സിനിമയിലേക്ക് വരണം, നല്ല സിനിമകൾ ചെയ്യണം, കുറച്ച് സോൾഫുള്ളായിട്ടുള്ള കണ്ടൻറ്റുകൾ കൈമാറണം ആൾക്കാർക്ക് ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ്. ഇതൊക്കെയാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ അതിനെക്കുറിച്ചാണ്. അങ്ങനെ വേളാങ്കണ്ണിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് വീടെത്തിയപ്പം രാവിലെ ഒരു 9 മണിയായി. അപ്പോൾ ഞാൻ ഈ ജോജുവിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. ഇനി ഒന്ന് ഫ്രഷ് ആവണം, കിടന്നുറങ്ങണം വൈകുന്നേരം വരെ, ഇതാണ് ലക്ഷ്യം. അത്രയും ടയേർഡാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുളി കഴിഞ്ഞിറങ്ങിയതും ജോജുവിൻ്റെ മെസ്സേജ് വീണ്ടും, അളിയാ നീ തിരിച്ചെത്തിയോ, എത്തിയെങ്കിൽ ഉദ്ഘാടനത്തിന് ഉറപ്പായിട്ടും വരണേ, 10 മണിക്കാണ് ഉദ്ഘാടനം. അപ്പോൾ ഞാനും ജോജുവും കാര്യം കമ്പനിയൊക്കെയാണ്, വളരെ അടുത്ത സുഹൃത്തുക്കൾ, പക്ഷേ എന്നും കാണുന്ന സുഹൃത്തൊന്നുമല്ല. ഇപ്പോൾ ബിജു മേനോനാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഒത്തിരി ആക്ടേഴ്സ് ജോജു വിളിച്ചിട്ട് അവിടെ വരുന്നുണ്ട്. അവിടെ ഞാൻ വന്നില്ലെങ്കിലും അവിടെ അറിയാനൊന്നും പോകുന്നില്ല ആരും. ജോജുവിനത് വിഷയമല്ല, ഞാൻ പറയില്ല, ആരോ ചെയ്യിക്കുന്നത് പോലെ. ഇന്നും ഞാൻ ഇടയ്ക്ക് ജോജുവിനെ കാണുമ്പോൾ ഇത് പറയും, എന്തിനാണ് ജോജു എന്നെ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ടേക്ക് മൈ വേർഡ്, ഞാൻ പറയുന്ന ഇതിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇന്നിപ്പോൾ നീ വന്നേ പറ്റുമെന്ന് വിളിക്കാൻ മാത്രമുള്ള ഒന്നും ഞാൻ ഒരു തവണ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാവില്ല എന്ന്. എന്നിട്ടും പുള്ളി റിപ്പീറ്റായിട്ട് മെസ്സേജ് അയച്ചു. ഞാനവിടെ ഇനി പോയില്ലേ മോശമാണ്, ജോജു ഇത്രയും വിളിച്ചല്ലേ. ഞാൻ നേരെ കുളി കഴിഞ്ഞ് നേരെ അവിടേക്ക് ചെല്ലുന്നു.
ബിജു മേനോൻ ചേട്ടായിസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബ്രേക്ക് ടൈമിന് വരും. 10 മണിയായപ്പോഴേ ഞാൻ അവിടെ എത്തി. ഒത്തിരി പേര് അവിടെ കൂടിയിട്ടുണ്ട്. ഒരു 10:45 11 മണിയായപ്പോൾ ബിജു മേനോനും ആ സിനിമയുടെ നിർമ്മാതാക്കളും എല്ലാവരും ഉണ്ട്. ഷാജൂൺ കാര്യാൽ ഒക്കെ ഉണ്ട്. പി സുകുമാർ അവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പം ഞാൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഏത് ജോജുവിൻ്റെ ആളായിട്ട് ഈ സൈഡിൽ നമ്മൾ കമ്മിറ്റിക്കാരെന്നുള്ള രീതിയിൽ. അപ്പോൾ നടുക്ക് വിളക്ക് വെച്ചിട്ടുണ്ട്. വിളക്ക് തെളിയിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും പേര് നിൽക്കുമ്പോൾ ബിജു മേനോൻ്റെ സൈഡിലായിട്ട് വെള്ളയിട്ട് ആൻഡ്രു ജോസഫ് എന്നെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിയെ കൈ കാണിച്ചു. പുള്ളി ഇപ്പോൾ കുറേ ആംഗ്യം കാണിച്ചിട്ട് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ അപ്പുറത്ത് ചെന്നു. എന്താ ഏട്ടാ, നീ എന്താണ് ആസിഫിനെ കാണാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു ആസിഫിനെ കാണാനോ? ഞാൻ ആരാ ആസിഫിനെ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ആസിഫിനെ കാണാൻ പോകണമെന്ന്? ഞാൻ പറഞ്ഞു ചേട്ടാ സ്വപ്നത്തിൽ പറഞ്ഞായിരിക്കും, എന്നോട് പറഞ്ഞിട്ടില്ല. എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, സീരിയസ്ലി നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ ഇല്ല ചേട്ടാ എന്നോട് പറഞ്ഞിട്ടില്ല. ദുൽഖർ സൽമാൻ്റെ ആ എപ്പിസോഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാൻ ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എടാ ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് വിചാരിക്കണം. ഞാൻ ആസിഫിൻ്റെ അടുത്ത് ഈ കഥയെക്കുറിച്ച് വളരെ കാര്യമായി പറഞ്ഞു. ആസിഫ് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ എന്നാൽ പറയണ്ടേ, ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ലല്ലോ. ഇന്ന് തന്നെ 2 മണിയാകുമ്പോൾ നീ പോണം. ആസിഫ് ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഐ ലവ് മീ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുമ്പനം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അവിടെ പോയിട്ട് നീ കഥ പറയണം. അത് ഉറപ്പായിട്ടും ചേട്ടാ പറഞ്ഞേക്കാം. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ ആയിക്കോട്ടെ. വളരെ ഫെമിലിയറായ ശബ്ദമായതുകൊണ്ട് ഡോക്ടർക്ക് മനസ്സിലായി ഇത് ആസിഫ് അലിയാണ്. എന്നോട് ചോദിച്ചു ഈ ആസിഫ് അലിയുടെ ശബ്ദമല്ലേ കേട്ടോ, ആസിഫ് അലി എന്നല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞാൽ അതെ. സിനിമയിൽ അഭിനയിക്കുന്ന ആസിഫ് അലി അല്ലേ? ഞാൻ പറഞ്ഞാൽ അതെ. ജിസ്സായിട്ട് എന്താ കണക്ഷൻ? ഞാൻ പറഞ്ഞു ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട് ആസിഫിൻ്റെ അടുത്ത്. അപ്പോൾ അത് അങ്ങനെ ഒരു കണക്ഷനുണ്ട്. ആ കഥ അവൻ കമ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്നെ കല്യാണം വിളിക്കാൻ വേണ്ടി വിളിച്ചതാണ്. വിളിച്ചു പിന്നെന്താ ചെയ്യാത്ത ജിസ് സിനിമയൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്, എനിക്ക് എൻ്റെ സ്വപ്നം തന്നെ അതാണ്. പിന്നെന്താ ചെയ്യാത്ത? ഞാൻ പറഞ്ഞു സാറേ നിർമ്മാതാവായിട്ടില്ല, പ്രൊഡ്യൂസറായിട്ടില്ല. അത് ശരി, പ്രൊഡ്യൂസറായിട്ടില്ല. എങ്ങനത്തെ കഥയാണ്? ഞാൻ പറഞ്ഞു ഒരു ഫാമിലിയാണ്, ഒപ്പം ത്രില്ലറുമാണ്, ട്വിസ്റ്റൊക്കെ ഉണ്ട്, പാട്ടുകളൊക്കെ ഉണ്ട്. ആരൊക്കെ അഭിനയിക്കുന്ന മനസ്സിൽ? ഞാൻ പറഞ്ഞു ആസിഫ്, സിദ്ദിഖ്, KPSC ലളിത, വിജയ് ബാബു, അപർണ ഗോപിനാഥ്, ഇങ്ങനെയൊക്കെ പോകുന്നൊരു സംഗതിയാണ്. ദീപക് ദേവാണ് മ്യൂസിക്. പുള്ളി പറഞ്ഞു ഇന്ന് ഡിന്നർ കഴിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെന്താ ഡോക്ടറെ കേൾക്കാമല്ലോ. അന്നത്തെ വർക്ക് കഴിഞ്ഞ് ഹോട്ടൽ ഗ്രീൻ പാർക്കിലിരുന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് കഥ പറയാണ്.